റിജക്ഷൻ കേട്ട് കേട്ട് മടുത്ത്. മഞ്ജുഷ എന്നെ 50 പ്രാവശ്യം കൊണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പ്രണയം ഉണ്ടാകണം. എനിക്ക് പ്രണയമുണ്ട്. ഈ ഒരു ചോദ്യം തെറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുട്ടികളാണ്. ആരുടെ കുട്ടികൾ? അച്ഛൻ്റെ അമ്മയുടെ. കുട്ടിലടക്കി കുഞ്ഞാള ഇംഗ്ലീഷ് ആക്കണം. ജീസസ്. പക്ഷി. പക്ഷി. കിളീന്റെ വേറെ പേര് പറയണ. ചിത്രശലഭം. ചിത്രശലഭം. കുരുവി. ചിത്രശലഭത്തിന്റെ വേറെ പേര് കുരുവി. മയില്. ഒട്ടകല്ല. പണിയില്ലാത്ത ഒരാൾക്ക് നല്ല പണിയുള്ള ഒരു കുട്ടീനെ കൊടുക്കുന്നതാണോ? അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? പണിയില്ലാത്ത ആളാണ്. അത്രയും മാന്യനായി ഞാൻ ഇത്രയും നന്നായിട്ട് കോസ്റ്റ്യൂം ഷീറ്റ് അഭിനയിക്കുന്നതല്ല ആദ്യം. എന്നിട്ട് കോട്ടിട്ടാലും കോഴി ഈ ഇഷ്ടത്തെ സ്നേഹത്തെ പറയുമ്പോ കണ്ണ വളരെ വാചാലനാവുന്നു. കണ്ണ ശരിക്കും ഞാൻ ഒരുപാട് ഇഷ്ടങ്ങൾ പറഞ്ഞു. റിജക്ഷൻ കേട്ട് കേട്ട് മടുത്ത്. മഞ്ജുഷ എന്നെ 50 പ്രാവശ്യം കൊണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും എങ്ങനെയൊക്കെയാണ്? ചുമ്മാ 50 പ്രാവശ്യം മഞ്ജുഷ റിജക്ട് ചെയ്ത ആളാണ് ഈ ഇരിക്കുന്ന കണ്ണൻ അല്ലേ? എത്ര റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ലൈഫില്? ഒരുപാടുണ്ടല്ലോ. അതിപ്പോ ലിസ്റ്റ് എടുക്കാനാണ്. അല്ല, അങ്ങനെ റിജക്ഷൻ എന്ന് പറഞ്ഞപ്പം പ്രണയം മാത്രമാണ്. എല്ലാ രീതിയിലും ലൈഫിൽ പല രീതിയിലും പ്രൊഫഷണൽ ആയിരുന്നാലും പല രീതിയിലും റിജക്ഷൻസ് എല്ലാവർക്കും കിട്ടും. ഇപ്പൊ ശരിക്കും പ്രണയം ഉണ്ടോ കണ്ണന്? ഏതാ കണ്ണൻ ഇപ്പൊ പ്രണയം ഇല്ലാത്ത? ഇപ്പൊ പ്രണയമുണ്ടോ? നോട്ട് ദ പോയിന്റ്. എനിക്ക് പ്രണയമുണ്ട്. എനിക്ക് പ്രണയമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ച ഒരു കമ്മിറ്റഡാണ്. ഞാൻ എന്റെ സിനിമയായിട്ട് ഭയങ്കര കമ്മിറ്റഡ്. അല്ല, അതുപോലെ നമുക്ക് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ പ്രണയമുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പ്രണയം ഇല്ലെന്ന് നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതെ, ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആള് നമ്മളെ. മനുഷ്യക്ക് പ്രണയമുണ്ടോ? എനിക്ക് പ്രണയങ്ങളെ അല്ല, അങ്ങനെ പ്രണയം ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞതുകൊണ്ട് അല്ല, എന്റെ ലൈഫിൽ കണ്ടേക്കുന്ന കുറെ പേർക്ക് ഇതുവരെ ഞാൻ ഇതുവരെ പ്രേമിക്കാത്ത ആളൊന്നുമില്ല. ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് വീട്ടുകാരങ്ങനെ ഇതൊക്കെ കുറച്ച് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാണ്ട് പോയ കാര്യമാണത്. പക്ഷെ എന്റെ ലൈഫിൽ ഇപ്പൊ എന്റെ ചേച്ചി ആയിക്കോട്ടെ, എന്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊന്നും പ്രണയമേ ഇല്ല. ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ അവര് പറയണത് അവരുടെ അല്ല, അപ്പൊ അവര് പറയും അവരുടെ അനുഭവം പറയും. അങ്ങനെ മൈൻഡിൽ അവർക്ക് ഇഷ്ടം തോന്നണ്ടേ, ആ തോന്നുന്ന ആ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. പിന്നെ ഈ ഒരു ചോദ്യം തെറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുട്ടികളാണ്. ഞങ്ങളിപ്പോ പ്രൊഫഷണൽ സെറ്റ് ആക്കാൻ അച്ഛൻ്റെ അമ്മയുടെ. നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്ന ഗെയിം വളരെ സിമ്പിളാ. കുറെ ഓടിയ ഒരു ഗെയിമാ. ഇവർക്ക് അത് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നല്ല മനസ്സായ ഞാൻ അത് സമ്മതിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഗെയിം ഇത്രയേ ഉള്ളൂ. ഞാനൊരു സിനിമാ പേര് പറയുന്നു, അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. സിമ്പിൾ, വെരി സിമ്പിൾ. നമുക്ക് നോക്കാം കളിക്കുമ്പോ എത്രമാത്രം സിമ്പിൾ ആവുന്നത്. ഓക്കെ, കളിച്ചാലോ? കണ്ണെങ്ങോട്ടേക്ക് വരൂ, മറ്റത് കേക്കും. കേട്ട് 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 കണ്ണ കേട്ടില്ലേ? പറഞ്ഞു മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര വായോണ്ട് പറഞ്ഞാൽ അടിക്കും ഞാൻ. മേളില് ഈശ്വരൻ, ഭഗവാൻ, യേശു, ദൈവം, സൂര്യഭഗവാൻ, ഭഗവാൻ, കൃഷ്ണ, ഭഗവാൻ, ഈശ്വര, ദൈവം, യേശു, ദൈവം, ഈശ്വരൻ, ജഗദീശ്വരൻ, കർത്താവ്, ഈശോ മിശിഹ. എന്താ ഈശോ മിശിഹ ഔസാപ്പേ കുട്ടിലടക്കി കുഞ്ഞാള. എന്താ റോഡ് കാണില്ല, ഇംഗ്ലീഷ് ആക്കണം. ജീസസ്, ഗോഡ്, ഗോഡ് ഫാദർ. ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയാ എങ്ങനെ പോകുന്നതെന്ന്. ഇപ്പൊ പിന്നെ റോഡ്, പിന്നെ ഇത് റോഡ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. കേട്ട് 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 കേട്ടില്ലേ? സത്യം പറയണം. ഞാൻ കേട്ടില്ല, ഒത്തിരി കേട്ടില്ല. പറഞ്ഞോ. ഷോൾഡറിന് വേദന, തോള്, ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടൻ മിണ്ടായിരിക്കുന്ന സിനിമ. വെട്ടി, കൈ വെട്ടി, സ്ഫടികം അല്ലേ? ബുക്ക്,
ബുക്ക് ഞാൻ പറഞ്ഞുതരാം. പുസ്തകം നമ്മുടെ ഭയങ്കര ബുദ്ധിമാനാ ഞാൻ സ്ക്രിപ്റ്റ്. പോവാത്തത് എന്ത് എവിടെയെന്ന്? സ്കൂള്. മറ്റേ ഇത് നമ്മള് ഓക്കെ മനസ്സിലായി. എനിക്കറിയാം, മനസ്സിലായി, സംഭവം മനസ്സിലായി. സ്കൂളിന്റെ പല ടീച്ചേഴ്സ്, ഓഫീസ് റൂം. ഓഫീസ് റൂം അടിക്കുന്ന സാറ്, വടി. വടിയടോ. ആക്രമിക്കല്ലേ. അതെന്താന്ന്, അതാരാന്ന്? സാറ്. സാറ്, സാറിന്റെ ഓപ്പോസിറ്റ് ടീച്ചർ, അധ്യാപകൻ. അങ്ങനെ ലാലേട്ടൻ അഭിനയിച്ച പടമുണ്ടോ? അധ്യാപകനായിട്ട് അഭിനയിച്ച പടം, പഴയ പടം. അധ്യാപകനായിട്ട് അഭിനയിച്ച പടം ലാൽ ജോസ് സംവിധാനം. ഞാൻ വടി പറയണ സാറ്. സാറിന്റെ അടുത്തത് അധ്യാപകൻ, പിന്നെ ടീച്ചറുണ്ട്, ടീച്ചറുണ്ട്, പിന്നെ സന്യാസി, ഗുരു. ഇതാണ് നീ ഇങ്ങനെ അത് പെട്ടെന്ന് എങ്ങനെ ഗുരു എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മള്? ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. ഇത് തകർക്കണം. ചെറുതാ കിട്ടില്ലേ? കണ്ടോ? നടൻ വേണ്ട. 3 വേർഡുള്ളൂ സിനിമയ്ക്ക്. 3 പേരുണ്ട് നടന്മാര്. ചൈന ടൗൺ പഴയത്. ഒരു സിനിമ പറഞ്ഞു കേട്ടോ, 2 സിനിമ അങ്ങനെ പറയാൻ പാടില്ല. കോള്. 3 നടന്മാരാണുള്ളത്. കോള്. അതിന്റെ പല പേരുകളാണോ ചോദിക്കുന്നത്? ഫോണിന്റെ പല പേര്. മിഡിലാണോ പുതിയതാണോ പഴയത്? ഏറ്റവും പഴയത്, ഭയങ്കര പഴയത്. ഭയങ്കര നസീറൊക്കെ അഭിനയിച്ച പടം അല്ല. നസീർ അല്ല, ദിലീപ് അവരൊക്കെയാണോ? സുരേഷ് ഗോപി, മുകേഷ്. 3 പേരുള്ളൂ. മുകേഷ്, ജയറാം, സായികുമാർ അല്ല, മുകേഷ്, സിദ്ദിഖ്, മുകേഷ്, സുരേഷ്, ജഗദീഷ്, ജയറാം. പഴയ കാലത്ത് മോഹൻലാല്, മമ്മൂട്ടി, ജയൻ, ഭരത് ഗോപി, കൊറേ ആൾക്കാരുണ്ടല്ലോ. ദിലീപ് അല്ല, ഇന്നസെന്റ്, മുകേഷൻ, റാംജി റോസ്. അഭിനയിച്ചത് എവിടെ? ഇത് അഭിനയിച്ച് പാവം ഇന്നസെന്റ്. രണ്ട് ലാലേട്ടൻ, 2 നടന്മാരുള്ളത്, 2 നായിക. ലാലേട്ടന്റെ പടമാണ് കഥകളി. ഡാൻസ് പൂവില് കിളി. കിളിയിലേത്? പക്ഷി. കിളി വന്ന് തേൻ എടുക്കുന്ന സംഭവമാണ് നീ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടുത്ത സംഭവമാണ് പറയുന്നത്. കിളീന്റെ വേറെ പേര് പറയണ. ചിത്രശലഭം. ശലഭം, കുരുവി. ചിത്രശലഭത്തിന്റെ വേറെ പേര് കുരുവി. വേറെ പേര് കാക്ക, മയില്, ഒട്ടകല്ല. കേക്ക്. അപ്പൊ മറ്റേ പരുന്ത്, കാക്ക. പഴയ പടമാണോ? ആകാശത്ത് പക്ഷികൾ. കിഴക്കുണരും പക്ഷിയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ പക്ഷിയുടെ വേറെ പേര് അല്ല, ഞാൻ ചോദിക്കാം, പഴയ പടമാണോ? ഒരു നടുക്കുള്ള പടം, അതായത് ഒരു 2000 കാലഘട്ടത്തിൽ. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് മുകേഷ്. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ആള് മാത്രമേ ഉള്ളൂ. ഈ പടത്തിന്റെ ഒറ്റ വേടാണോ അതോ പെൺകുട്ടി? ലാലേട്ടൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, അത് നമ്മുടെ മഞ്ജു വാര്യരാണോ? അല്ല, പിന്നെ ശോഭന. അയ്യോ, അല്ലല്ലോ, പറ, അല്ലാതെ പറ. കിഴക്കുണരും പക്ഷേ മറ്റേ ഇത് പറ. ആകാശം, സ്കൈ, വാനം. വാമനപുരം ബസ് റൂട്ടാണോ? ഒരു സിനിമ പറഞ്ഞിട്ടോ. വാനം 1 നടുക്കുള്ളത്. ഓക്കെ, നടുക്കുള്ള വാനം, നടുക്കുള്ളത്. അപ്പൊ ആദ്യത്തത്
ഈ പറയുന്ന ബ്ലൂ, ഇത് ഡ്രസ്സ്, അതിന്റെ തുണി, പാവ കഷ്ടപ്പെടുന്നുണ്ട്. തുണിയും ആ ആ തുണിവാനം, കണക്ട് കണക്ട് തുണിവാനം, ആകാശം, എന്റെ കണ്ണ. ഓക്കെ, ഇത് വിട്ടേക്ക്. ലാസ്റ്റ് വേർഡ് വീണ്ടും പക്ഷി, തൂവാനത്തുമ്പികൾ. ഇത്ര കഷ്ടപ്പെട്ടിട്ടോ മഞ്ജുഷ. ഗ്രേറ്റ്, സൂപ്പർ, അടിപൊളിയായിരുന്നോ? ഞാൻ ഭയങ്കരമായി കഷ്ടപ്പെടുത്തിയോ? ഇല്ല 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 ഉണ്ടാവണ്ട. ഇല്ല രണ്ട് മുളകൊക്കെ തീറ്റിപ്പിച്ച രണ്ട് അത്രയ്ക്ക്. മുളക് തീറ്റിപ്പിക്കായിരുന്നു അങ്ങോട്ടൂടെ, അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നമുക്ക് തിരിച്ചു വരാണെങ്കിൽ നമ്മുടെ മനസ്സമ്മതത്തിലേക്ക് തന്നെ വരാം. ഈ മനസ്സമ്മതത്തിലുള്ള കാണുമ്പോൾ, അതായത് ഒരു നേഴ്സിന്റെ ഒരു നേഴ്സിന്റെ വേഷമാണ് ചെയ്യുന്നത്. ഒരു അഡ്വക്കേറ്റ് ആണ് റിയൽ ലൈഫിൽ, പക്ഷെ ഒരു നേഴ്സാണ് ചെയ്യുന്നത്. കണ്ണൻ അതില് ഒരു പെണ്ണ് കാണുന്ന ഒരു സീൻ ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഒരു ഹോട്ടലിലേക്ക് പോലും വിളിച്ചു വരുന്ന നിങ്ങൾ സംസാരിക്കുന്നത് ശരിക്കും എന്താ അതിന്റെ ഒരു ഉള്ളടക്കം എന്താ? പണിയില്ലാത്ത ഒരാൾക്ക് നല്ല പണിയുള്ള ഒരു കുട്ടീനെ കൊടുക്കുന്നതാണോ? അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? പണിയില്ലാത്ത ആളാണ് അത്രയും മാന്യനായി. ഞാൻ ഇത്രയും നന്നായിട്ട് കോസ്റ്റ്യൂം ഷീറ്റ് അഭിനയിക്കുന്നതല്ല ആദ്യം. എന്നിട്ട് കോട്ടിട്ടാലും കോഴി അല്ല, അത് ശരിക്കും പണിയില്ലാത്തല്ല, പണിയുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. ഈ പറഞ്ഞ കണക്ക് ഈ IT ഫീൽഡ് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഉണ്ട്. ചെന്നൈയിലൊരു ജോലിയൊക്കെ ശരിയായിട്ട് ഈ പറഞ്ഞ കണക്ക് നിൽക്കുന്ന ഒരാളാണ്. പണിയുള്ള ആളാണ്. ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ത്രില്ല് പോയില്ലേ അല്ലെ? പുള്ളി ഫുള്ള് പറയാ. അല്ല, അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അതാണ് ശരിക്കും ഇത് നടന്ന സംഭവം എന്ന് പറഞ്ഞില്ല. നമ്മുടെ ഇത് റിയൽ സ്റ്റോറിയാ. നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ബിബിൻ മേലക്കൂർ, ബിബിൻ ചേട്ടന്റെ വൈഫായിട്ടുള്ള നിഷ, അത് നിഷ തന്നെയാണ്. അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള കഥയാണ്. ശരിക്കും അവരുടെ രണ്ടുപേരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം പിന്നെ അതുപോലെ ഈ നമ്മള് ബിബിൻ ചേട്ടൻ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്ത് പറഞ്ഞ സമയത്ത് നമുക്ക് ആദ്യം മെയിനായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു പ്രണയത്തിന്റെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഈ പ്രണയ പക എന്ന് പറയുന്ന ഒരു ഇതിലെത്തിയിരിക്കുക. കാര്യം ഒരു കുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആസിഡ് മുഖത്തൊഴിക്കുക, അല്ലെങ്കിൽ കൊല്ലുക എന്ന് വരെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളൊരു അതുവരെ ഇപ്പൊ നടക്കുന്നുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതില് എന്റെ അച്ഛന്റെ ക്യാരക്ടർ, പോളച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു സിറ്റുവേഷനിൽ ഒരു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ശരിക്കും അത് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ മൊത്തത്തിൽ അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞ ആ ഡയലോഗാണ്. അതായത് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, പക്ഷെ ഒരാളെ സ്നേഹിക്കപ്പെടണമെങ്കിൽ അതിന് ഭാഗ്യം വേണമെന്നുള്ളൊരു കാര്യമാണ്. അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ അത് പറഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരു ആ ഒരു ആശയം കൂടെ ഉണ്ട്. ഈ സ്നേഹം പിടിച്ചു മേടിക്കേണ്ടതല്ല എന്നുള്ളൊരു ആശയം കൂടെ പർപ്പസ്ഫുള്ളി പറയുന്നുണ്ട്. എന്താ പറയാ, പാവന്റെ ഇന്റർവ്യൂ കേട്ട് ഇത്രയും നേരം ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷം രണ്ടുപേരെടുത്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വ്യക്തിപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മുളക് കഴിക്കാൻ തയ്യാറാണ്. വ്യക്തിപരമായിട്ട് വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മനസ്സമ്മതം അപ്പൊ അത് ഈ പറയുന്ന കണക്ക് ഒരുപാട് പേര് ഇപ്പൊ കണ്ടിട്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇനിയും കുറച്ച് ആൾക്കാരോടെ കാണണമെന്നുണ്ട്. കണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമുക്കും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും എല്ലാരും കാണണം. ഈ കാണാത്തവര് കാണണം. അപ്പൊ എന്താ പറയാ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ മനസ്സമ്മതം ഫുൾ ടീമിനും നിങ്ങൾക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.